അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വിഡ്ത്തും ഹൈറ്റും നോക്കി, അതിൻ്റെ ലിങ്ക് മാറ്റുന്നത് നോക്കി, പിന്നെ റെക്റ്റാങ്കിളിൻ്റെ പൊസിഷൻ എവിടാണ് ക്യാൻവാസിൽ, നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ പൊസിഷനിങ് നോക്കി, പിന്നെ ആംഗിൾ നോക്കി അഥവാ റൊട്ടേഷൻ നോക്കി, പിന്നെ ഫ്ലിപ്പിങ് നോക്കി. ഇനി അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട്, കണ്ടല്ലോ. ഈ അപ്പിയറൻസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കളറ്, സ്ട്രോക്ക്, കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായല്ലോ. നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. വേറൊരു ടൂൾ എടുക്കാൻ പോവാണ്. ഈ ടൂൾസിനെ എല്ലാം കോമൺ ആയിട്ട് ഷേപ്പ് ടൂൾസ് എന്നാണ് പറയുന്നത്. ഷേപ്പ് ടൂൾസിനകത്ത് റെക്റ്റാങ്കിൾ മാത്രമേ ഉള്ളൂ? അല്ല, നമുക്ക് സർക്കിൾ വരുന്നുണ്ട്, ട്രയാങ്കിൾ വരുന്നുണ്ട്, ലൈൻ വരുന്നുണ്ട്. എങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കും എന്ന് നോക്കാം. ഓക്കെ, നമ്മളെങ്ങനെ ഒരു എലിപ്സ് ഇതിനകത്തുനിന്ന് വരയ്ക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ടൂൾ ബോക്സിലോട്ട് വരുന്നു. അതെ, ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. വേണേൽ ഈ ഷോർട്ട് കട്ട് യു അടിക്കും. പക്ഷേ നമ്മുടെ സർക്കിൾ വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? കാരണം അത് റെക്റ്റാങ്കിൾ ടൂളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? സർക്കിളാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ടൂൾ ബോക്സിൽ വന്ന് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ഞെക്കുക. റൈറ്റ് ക്ലിക്ക്, കണ്ടോ, ഇവിടെ ഉള്ളതിൻ്റെ എല്ലാം ഷോർട്ട് കട്ടും യു തന്നെ. പക്ഷെ നമ്മൾ എങ്ങനെ ഫോട്ടോഷോപ്പിനോട് പറയുന്നു നമുക്ക് വേണ്ടത് എലിപ്സ് ടൂൾ അല്ലെങ്കിൽ വേറൊരു ടൂളാണ്? അതിനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ അതിൽ റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് എലിപ്സ് ടൂള് മാനുവലി സെലക്ട് ചെയ്യുക. കണ്ടോ, മാനുവലി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് യു അടിക്കുക. കണ്ടോ, ഷിഫ്റ്റ് യു അടിക്കുക. ഷിഫ്റ്റ് യു അടിക്കുക. കണ്ടോ, യു അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള റെക്റ്റാങ്കിൾ ടൂൾ തന്നെ വരും. ഷിഫ്റ്റ് യു അടിക്കുകയാണെങ്കിൽ അതിന് താഴെയുള്ള നമ്മുടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരും. ഇനി ഒന്നുകൂടെ ഷിഫ്റ്റ് യു അടിക്കുകയാണെങ്കിൽ ദാണ്ട നമ്മുടെ എലിപ്സ് വരും. ഇനി ഒന്നുകൂടെ ഷിഫ്റ്റ് യു അടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പോളിഗൺ ടൂൾ വരും. ഇനി ഒന്നുകൂടെ ഷിഫ്റ്റ് യു അടിക്കുകയാണെങ്കിൽ ദാണ്ട നമ്മുടെ ലൈൻ ടൂൾ വരും. മനസ്സിലായോ? കണ്ടല്ലോ, നമ്മൾ ഷിഫ്റ്റ് യു അടിച്ച് നമ്മുടെ എലിപ്സ് ടൂൾ എടുത്തു. ഇനി അതല്ല, നിങ്ങൾക്ക് എളുപ്പം എടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ട ഇങ്ങനെ എടുത്തിട്ട് എലിപ്സ് ടൂൾ എടുത്താലും മതി. മനസ്സിലായി? ഞാൻ ഷോർട്ട് കീ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ മൗസ് എടുത്ത് ഡ്രാഗ് ചെയ്ത് വരച്ചു. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് നോക്കിയേ, ഇത് കറക്റ്റ് അല്ല, ഇതൊരു പ്രോപ്പർ സർക്കിൾ അല്ല. എങ്ങനെ ഒരു പ്രോപ്പർ സർക്കിൾ ആക്കാം? നമ്മുടെ വിഡ്ത്തും ഹൈറ്റും സെയിം ആവണം. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും സെയിം ആവണം. അതിന് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ 500 എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രോപ്പർ സർക്കിൾ ആയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പാടാണെങ്കിൽ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഷിഫ്റ്റും വോൾട്ടും ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ സർക്കിൾ വരച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? 200 പിക്സൽ × 200 പിക്സൽ. കണ്ടോ, കറക്റ്റാണ്. നേരത്തെ ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെ. കണ്ടോ, ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. കണ്ടോ, ഇതിൻ്റെ കളർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഒന്ന് വലുതാക്കാം? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വലുതാക്കാം. കണ്ടോ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വലുതാക്കാം. ഇപ്പോൾ 500 പിക്സൽ ഹൈറ്റും വിഡ്ത്തും ഉള്ള ഒരു സർക്കിൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെ മാനുവലി ഇത് വലുതാക്കാം? കൺട്രോൾ ടി അടിക്കുക. കൺട്രോൾ ടി, ട്രാൻസ്ഫോർമേഷൻ്റെ ഷോർട്ട് കീ ആണ് കൺട്രോൾ ടി. മറക്കരുത്, കൺട്രോൾ ടി ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്കിത് മാനുവലി എങ്ങനെ വലുതാക്കാം? നമ്മൾ ഷിഫ്റ്റും വോൾട്ടും ക്ലിക്ക് ചെയ്ത് കണ്ടോ, ജസ്റ്റ് അതിൻ്റെ എഡ്ജ് പിടിച്ചിട്ട് ഷിഫ്റ്റും വോൾട്ടും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ എഡ്ജ് ക്ലിക്ക് ചെയ്ത് എഡ്ജിലോട്ട് മൗസ് പോയിന്റർ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ എലിപ്സ് നമുക്ക് ഇഷ്ടമുള്ള സൈസിലോട്ട് ഈവൻലി, അതായത് ഡയമീറ്ററിന് എല്ലാ സൈഡിലോട്ടും ഒരേപോലെ ഡയമീറ്ററിന് വ്യത്യാസം വരുത്തി നമുക്കൊരു പ്രോപ്പർ എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിപ്പോൾ ഇത് ചെറുതാക്കി കാണിക്കാൻ പോവാണ്. ഷിഫ്റ്റും വോൾട്ടും ഞാനിപ്പോൾ ഇത് നമ്മുടെ സർക്കിൾ സെലക്ട് ചെയ്തു. കൺട്രോൾ ടി ഫോർ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഷിഫ്റ്റും വോൾട്ടും ക്ലിക്ക് ചെയ്തു. മൗസ് പോയിന്റർ എഡ്ജിൽ കൊണ്ടുവന്നു, ഈ പോയിന്റിൽ കൊണ്ടുവന്നു. ഇനി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്താണ്. കേട്ടോ, ഞാൻ ഇപ്പോൾ ഇത് ചെറുതാക്കി. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതാണ് ഷേപ്പ് ടൂളിൻ്റെ കാര്യം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. മനസ്സിലായല്ലോ? ഒരു ട്രയാങ്കിൾ ടൂള് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്സ് ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് ട്രയാങ്കിൾ ആക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് യു ഞെക്കാം,
ഇവിടെ ടൂൾ ബോക്സ്, ഞാനിവിടെ ടൂൾ ബോക്സിൽ ട്രയാങ്കിൾ ഇവിടെ മാറ്റി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാണ് ഇവിടെ കാണിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഡിഫോൾട്ടായിട്ട് ഇവിടെ തന്നെയാണ്, ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ട്രയാങ്കിൾ ടൂൾ എടുത്തു, കേട്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു, ഓൾട്ട് ഹോൾഡ് ചെയ്തു, വരച്ച് ഒരു പ്രോപ്പർ റെക്റ്റാങ്കിൾ വരച്ചെടുക്കും, കേട്ടോ. ഒരു പ്രോപ്പർ റെക്റ്റാങ്കിൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്, കണ്ടല്ലോ. കേട്ടോ, നേരത്തെ ഓപ്ഷൻസ് എല്ലാം അതേപോലെ ഉണ്ട്, കണ്ടോ. ഇവിടെ ഉണ്ട് കർവേച്ചർ, നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ എഡ്ജ് സ്മൂത്ത് ആക്കാനുള്ള ഓപ്ഷൻ, കണ്ടോ. ഇപ്പോൾ 2 പിക്സലിൻ്റെ വന്നിട്ടുണ്ട്, ഞാൻ 20 കൊടുക്കും. 20 പിക്സലിൻ്റെ എഡ്ജിൻ്റെ റൗണ്ട്നെസ് ഇവിടെ വന്നിട്ടുണ്ട് 4 സൈഡിൽ. ഓക്കെ, ഇനി അതിൻ്റെ കളർ മാറ്റുന്ന ഓപ്ഷൻ കണ്ടേ, കണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളപ്പം റെക്റ്റാങ്കിൾ നോക്കി, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആണ്, ഉണ്ടോ. നമ്മൾ റെക്റ്റാങ്കിൾ നോക്കി, നമ്മൾ സർക്കിള് അല്ലെങ്കിൽ എലിപ്സ് നോക്കി, പിന്നെ ഒരു ട്രയാങ്കിൾ നോക്കി. ഇനി നമുക്ക് ഒരു പോളിഗൺ വരയ്ക്കാം. പോളിഗൺ മീൻസ് 5 കൂടുതൽ സൈഡുള്ള എല്ലാ സാധനങ്ങളും പോളിഗണാണ്. അത് എത്ര സൈഡ് വേണേലും വരാം. അതെങ്ങനെ എടുക്കും? നേരത്തെ പോലെ തന്നെ ഷിഫ്റ്റ് യു ഞെക്കിയാൽ മതി, കണ്ടോ 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 കണ്ടേ. ഈ നമ്മൾ ഷിഫ്റ്റ് യു അടിച്ച് വന്ന് നമുക്ക് പോളിഗൺ ടൂൾ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഷിഫ്റ്റ് യു കണ്ടോ, നമ്മുടെ പോളിഗൺ ടൂൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടോ പോളിഗൺ ടൂൾ എടുത്താലും മതി, കണ്ടോ. നമ്മൾ പോളിഗൺ എടുത്തു, കണ്ടോ, ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്തു, വരയ്ക്കും, കണ്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടം പോലെ സൈഡുകൾ കൊടുക്കാം. പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 സൈഡാണ് കാണിക്കുന്നത്. നമുക്കിത് മാറ്റി 8 സൈഡ് കൊടുത്ത് ഒരു ഒക്ടഗൺ ആക്കാം. 8 സൈഡ് 1 2 3 4 5 6 7 8 കണ്ടോ. 8 സൈഡുള്ള ഒരു ഒക്ടഗൺ ആക്കി മാറ്റാൻ പറ്റും. ഇവിടെ ഉണ്ട് നമുക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റും, കണ്ടോ. 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ 20 പിക്സലിന്റെ റൗണ്ട്നെസ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി 10 സൈഡ് വേണമെങ്കിൽ കണ്ടോ 10 സൈഡ് കൊടുക്കാം, കണ്ടോ. ഇതാണ് നമ്മുടെ പോളിഗൺ ടൂളിന്റെ ഉപയോഗം. മനസ്സിലായല്ലോ? നമ്മൾ റെക്റ്റാങ്കിൾ പഠിച്ചു, നമ്മൾ എലിപ്സ് ടൂൾ പഠിച്ചു, അല്ലെങ്കിൽ സർക്കിൾ പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു, പോളിഗണും പഠിച്ചു. ഇതാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലെ ഷേപ്സുകൾ. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. എന്നെ കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഇനി അറിയാത്തതാണെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നും പറയുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ ഇന്ന് പഠിച്ച ടൂളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നുപോകും. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.